ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മളെ ലൊക്കേഷൻ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ പഴയ വീഡിയോയിൽ. അപ്പോൾ ഇപ്പോൾ ഒരു ഒറ്റ വീട്, അതായത് ആദ്യം ക്വാർട്ടേഴ്സ് വാടക വീടിലായിട്ട് ഇങ്ങനെ ഫ്ലാറ്റുകൾ അതിലൊക്കെയാണ് താമസിച്ച് ഒരു വീടിലേക്ക് മാറിയിട്ടുണ്ട്. പെരുവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പെരുവൽ ബസ് സ്റ്റോപ്പിൻ്റെ ഏരിയയിൽ നിന്ന് അത്രയും ദൂരത്ത് അത്രയും അടുത്തേക്കായിട്ട് ഉള്ളൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ തോതിൽ നമ്മളെ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് വീട്. നല്ല ഒരു പഴയ വീടാണ്, പക്ഷേ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ കിട്ടുന്നത്. നമുക്കവിടെ നല്ലൊരു മരങ്ങളും മറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷം അവിടെ കിട്ടി. കുറേ കാലമായിട്ട് ഇങ്ങനെയൊന്നും കിട്ടാറില്ലായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് ഏരിയ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പഴയ വാടക വീടായാലും നമുക്ക് ആദ്യം കിട്ടിയിരുന്നത് ഒരു ഫോർമൽ വീടായിരുന്നു. അതായത് ഒരു താമസിക്കാൻ വേണ്ടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആർട്ടിഫിഷ്യലി ചെയ്യുന്ന കുറേ സംഭവങ്ങളില്ലേ, അതിനൊരു ഭംഗി ഉണ്ടാവില്ല. ഒരു പഴയ വീടായതുകൊണ്ട് ഇതിനൊരു ഭംഗിയുണ്ട്, അതാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ്. വൈകുന്നേരങ്ങളിൽ നോക്കിയാൽ നല്ല ഒരു അടിപൊളി സ്ഥലമാണ്. കാഴ്ചക്ക് ഇവിടെ കുറച്ച് ബോറാണ്, മണ്ണിട്ടുണ്ട്, പക്ഷേ എന്നാലും ഓക്കെ ആണ് അന്തരീക്ഷം പഴയതൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ പെരുവയലിലാണ് ഞാനിപ്പോൾ. പഴയ സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ആദ്യം കൂട്ടുപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, അപ്പോൾ അവിടേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എപ്പോഴത്തെയും പോലെ തന്നെ ഇവിടെ ഇരുട്ടാണ്. ഇവിടെ തന്നെയാണ് ഒരു പ്രൊജക്ടർ അവിടെ വെച്ചതുകൊണ്ട് ഇവിടെ ഡാർക്കാക്കി ഇട്ടതാണ്. ഇവിടുന്ന് മുകളിലാണ് നമ്മൾ വർക്ക്ഷോപ്പ് എടുക്കുന്നത്. ഇതാണ് ഒരു സെക്ഷൻ. ഇവിടുന്ന് നമ്മളിവിടെ സ്റ്റെപ്പുണ്ട്, ഇങ്ങനെ കയറിയാൽ ഇവിടെ അടുത്ത സെക്ഷൻ സ്ഥിരം അവസ്ഥ തന്നെ ടേബിൾ. പിന്നെ ഇവിടെ നിന്ന് അടുത്തൊരു സെക്ഷൻ, ഇനിയൊന്ന് ഒരു ഔട്ട്ഡോറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു സെക്ഷൻ. അപ്പം ഇങ്ങനെ 4 പോയിൻ്റായിട്ട് പരന്ന് കിടക്കുകയാണ് നമ്മളെ സ്ഥാപനം. അപ്പോൾ നമുക്ക് സ്വന്തം വീട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളത്, വീട് വാങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. വീട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിട്ടാണ്. കാരണം ഞാൻ സ്വന്തം വീട് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയാൽ നല്ലൊരു ബുദ്ധിമുട്ടാണ് കണ്ടത്. കാരണം ഒന്ന് നമ്മൾ പ്രതീക്ഷിച്ച എമൗണ്ടിൽ നിൽക്കില്ല. രണ്ടാമത്തെ ഈ മെറ്റീരിയൽസ്, പിന്നെ വർക്കേഴ്സ്, അതൊക്കെ വലിയൊരു ചൊറയാണ്. ഇതാകുമ്പോൾ റെഡി ഒരു വീട് നമ്മൾ കോൺട്രാക്റ്റ് അല്ല ഇപ്പോൾ ഒരു ടീമിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കഴിഞ്ഞാൽ പോയി താക്കോൽ വാങ്ങാം, പണി തന്നെ. അതിന് വേറെ നടക്കാൻ വയ്യ, അതാണ് സംഭവം. അപ്പോൾ എത്ര സമയം എടുത്താലും അങ്ങനെയാണ് ഉദ്ദേശം. അതുവരെ ഇങ്ങനെ വീടുകളിൽ താമസിക്കുക. അപ്പോൾ ഇവിടെ ഇതെൻ്റെ ഔട്ട്ഡോർ. ഇവിടുത്തെ ഇപ്പോൾ ടോപ്പിൽ ഇവിടെയാണ് ഇപ്പോൾ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 ദിവസമായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ 2-3 വീഡിയോ ഒക്കെ ഇവിടുന്ന് എടുത്തായിരുന്നു. പിന്നെ ഇവിടെ ഇത് വർക്ക് ചെയ്യുന്ന സ്ഥലം ഒന്നും ഒതുക്കി വെച്ചില്ല, ജസ്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു 5 ദിവസം ആവുന്നുള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയും ചെയ്യും, നമ്മളിത് സെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളെ വർക്ക് ടേബിളിൻ്റെ അവസ്ഥയാണ്. വർക്ക് ടേബിളും വർക്ക് ഏരിയ, അതായത് നമ്മൾ ടെക്നിക്കൽ വർക്കുകൾ, ഇപ്പോൾ ബോക്സ് അസംബ്ലിങ്, സ്പീക്കേഴ്സ്, അതൊക്കെ ഫിറ്റ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. ഓക്കെ, അത് കൂടാതെ ഇവിടെ നിന്ന് വല്ല ടെക് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷൂട്ടിങ് ഇവിടെ ആയിരിക്കും. ഇതിൻ്റെ പെയിൻറ്റിങ് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഉള്ള ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണുന്നത്. ഇതിൻ്റെ ലൈറ്റിംഗ് ഒന്നും വെച്ചില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നലത്തേക്ക് വീഡിയോയിൽ ഒരൊറ്റ ലൈറ്റേ ഉണ്ടായുള്ളൂ. പിന്നെ വീഡിയോ ഷൂട്ടിങ് ശരിക്കും ഈ റൂമാണ്. ഇത് ഞാനിവിടെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് പ്രോഡക്റ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഈ റൂമാണ് എടുക്കുക. ഇവിടെയാണ് അക്വാസ്റ്റിക്സ് മറ്റൊക്കെ ചെയ്ത് റെഡിയാക്കുന്നത്. ഇവിടെ എന്താ വെച്ചാൽ ഇതുവരെ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളെ വീഡിയോയിൽ ഞങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്ലേസ് ചെയ്ത് കാണുന്നത് എങ്ങനെയായിരിക്കും ഒരു ഐഡിയ ആയിരിക്കില്ല. ചില ദിവസം ഞങ്ങൾ പിടിച്ചുകൊണ്ട് കാണിക്കും, ചിലപ്പോൾ ഒരു ടേബിളിലായിരിക്കും, ചിലപ്പോൾ പുറത്തായിരിക്കും, ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും, ചിലപ്പം ഞാനുണ്ടാവില്ല, ഡയറക്റ്റ് പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്യും. അപ്പോഴൊന്നും ഒരു പ്ലേസ്മെന്റ് വ്യക്തമല്ല. അങ്ങനെ ആകുമ്പോൾ ഒരു ക്വാളിറ്റി കുറവായിട്ട് അത് കാണുക. അപ്പോൾ അത് ഒഴിവാക്കാൻ ഈ സെക്ഷൻ ആക്കി. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ജസ്റ്റ് ക്യാമറ വെച്ചാൽ ഉള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ക്യാമറ ഈ ഏരിയയിൽ ആ ഭാഗത്തായിട്ടാണ് വരിക, ഏറ്റവും ബാക്കിലായിട്ട്. ഇവിടുന്ന് ഇങ്ങനെ ടേബിൾ വെച്ചിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് പോസ് ചെയ്യും. ഇവിടെ ഫുള്ള് ലൈറ്റിംഗ് ആയിരിക്കും, അക്വാസ്റ്റിക്സ് വരും എല്ലാം. ഇവിടെ അത്യാവശ്യം റൂം സൗണ്ട് കുഴപ്പമില്ല, എന്നാലും ഒന്ന് ചെയ്യാനുണ്ട്. പിന്നെ ഈ കിടക്കുന്നത് കംപ്ലീറ്റ് കുറേ പേര് കൊണ്ടുവന്നതും റിട്ടേൺ കൊടുക്കാനുള്ളതും റെഡിയാക്കി കൊടുക്കാനുള്ളതും കൂട്ടിയിട്ടുള്ള കിടക്കുന്നതാണ്. ഇതാണ് റിട്ടേൺ കൊടുക്കാനുള്ള സ്റ്റോക്കായിട്ട് വെച്ച്. പിന്നെ ബാക്കി ഇവിടെ കാണുന്ന ഇത് കംപ്ലീറ്റ് ഒഴിവാക്കാനുള്ള ആയിട്ട് കാണാം. അതായത് വേസ്റ്റ്
ആരും കൊണ്ടുപോകാതെ കിടക്കുന്ന വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ, കുറേ സ്പീക്കേഴ്സും ബോർഡുകൾ കാര്യങ്ങളെല്ലാം അവിടെ ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ട്. കംപ്ലീറ്റ് വേസ്റ്റാണ്. പിന്നെ ഈ ഏരിയയിലായിട്ട് ഇവിടെ പാർട്സ് ഒന്നും എടുത്ത് വെച്ചില്ല, ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് അവിടെ വെച്ചേക്കാണ്. പിന്നെ ഒരു കസ്റ്റമർക്ക് വെച്ച് ഈ ഏരിയയിലായിട്ട് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് ഇവിടെ നിന്ന് എടുത്ത് ഇറക്കി കൊണ്ടുപോകാം. അപ്പം മെയിൻലി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത് കാരണം കുറച്ച് ഓർഡറുകൾ വന്നത് തീർത്തില്ല ഞാൻ. അതായത് കുറച്ചൊരു 5-6 ബാക്കി വന്നു. അപ്പോൾ എന്തായ ഒരു 10-20 ദിവസത്തോളം ഞാൻ ഓഫ്ലൈനായി. കുറേ ഹോസ്പിറ്റൽ പ്രശ്നങ്ങളുണ്ടായി വീട്ടുകാർക്ക്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വീട് മാറലും ഇത് മൊത്തം ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. ഇത്രയും സാധനങ്ങൾ വണ്ടിയിൽ എടുത്തുകൊണ്ട് വരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ അല്ലേ. അതായത് സിമ്പിളല്ല, വീട്ടു സാധനം എടുക്കുന്ന പോലെയല്ല ഈ ടൈപ്പ് സാധനങ്ങൾ. ഓരോന്നും പാക്ക് ചെയ്ത് ഓരോന്നായിട്ട് എടുത്ത് വെക്കണം. എടുത്ത് വണ്ടിയിൽ ഇടാൻ പറ്റില്ല, പതുക്കെ വെക്കണം, പതുക്കെ ഇറക്കണം, പതുക്കെ ഇറക്കി കൊണ്ടുവന്ന് ഇവിടെ കയറ്റണം. ഇവിടെ കയറ്റുമ്പോൾ എടുത്ത് വെക്കാനില്ല, കൊണ്ടുവന്ന പാടെ പ്ലേസ്മെൻറ്റ് കിട്ടില്ല, അത് ഒതുക്കി കൊണ്ടുവരണം. അങ്ങനെ ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ് ഈ സംഭവം. അതായത് ഒരു ഷോപ്പ് നിലക്കുള്ള ഷിഫ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സമയം എന്ന നിലയ്ക്ക് ഇനി ഒരു 4-5 ദിവസം എന്തായാലും മിനിമം എടുക്കും ഇത് ഫുള്ളൊന്ന് ഓർഗനൈസായി വരാൻ. ആ ഒരു ടൈം അതാണ് ഇപ്പോൾ അവരോട് പറയാനുള്ളത്. ഒരു 5-6 ദിവസം കൊണ്ട് ഫ്രീ. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വർക്കിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങും. കൂടാതെ മാസങ്ങളോളം വീഡിയോസ് ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചിലർ, പലരും ചോദിക്കുന്നുണ്ടായി നിർത്തിയോ, ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. നമുക്ക് നമ്മൾ എത്ര എന്തെന്നെ കഴിവുണ്ടായാലും നമുക്ക് എന്തൊക്കെ കഴിയെങ്കിലും നമ്മൾ കഴിയാത്തൊരു സമയം, ഒന്നും അനങ്ങാൻ പറ്റാത്ത ലോക്ക് വന്നാൽ അങ്ങനെ കുറച്ച് സമയമായിരുന്നു അത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റ് അതുപോലെ പ്രൊഡക്റ്റ് വീഡിയോസും മറ്റൊക്കെ ഷൂട്ടുണ്ടാകും, അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് പെരുവലിലേക്കുള്ള ലൊക്കേഷൻ ഞാൻ ഇനിയായിട്ടുള്ള വരുന്ന ചില വീഡിയോസിൻ്റെ അടിയിൽ ലൊക്കേഷൻ കൊടുക്കാം. ഇപ്പോൾ ലൊക്കേഷൻ കൊടുക്കാനായില്ല, ഇവിടെ ഒന്നും ഓർഗനൈസ് ആയില്ലല്ലോ. അപ്പോൾ ലൊക്കേഷൻ കൊടുക്കാം. അപ്പോൾ ആർക്കും സ്വാഗതമാണ്, എല്ലാവർക്കും വരാം. വിളിച്ചാൽ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. ഞാൻ ഓഫ്ലൈൻ ആയിരിക്കും മാക്സിമം. വാട്സപ്പിൽ മാത്രമേ റിപ്ലൈ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. ടൈം എടുത്തിട്ട് കാണുള്ളൂ. അതുകൊണ്ട് ആദ്യം ഞാൻ പറയരുത്. ഓക്കെ.